എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1201 ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലത്ത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരെയും കാത്തിരിക്കുന്ന ഭാഗ്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജോലി, തൊഴിൽ, സാമ്പത്തികം, വിവാഹം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുകൂലമാണോ എന്നും ഗ്രഹനില അനുകൂലമല്ലാത്ത രാശിക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവയെല്ലാം പൊതുവായ രാശിഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയും ദശാകാലവും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതാണ്. ശരിയെന്നാൽ നമുക്കിനി പുതുവർഷ ഫലങ്ങളിലേക്ക് കടക്കാം. ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ പുതുവർഷ ഫലങ്ങളെ നോക്കാം. ചിങ്ങക്കൂറുകാർക്ക് ഒരു വശത്ത് അഷ്ടമശനിയും 7ാം ഭാവത്തിൽ രാഹുവും ജന്മരാശിയിൽ കേതുവും സഞ്ചരിക്കുന്നത് മൂലം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഠിനമായ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമ്പോൾ, മറുവശത്ത് വ്യാഴം 11ാം ഭാവമായ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ഏത് ആപത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷ നൽകുകയും സാമ്പത്തികപരമായി പിന്തുണ നൽകുകയും ചെയ്യുന്നതാണ്. അഷ്ടമശനി മൂലം തൊഴിൽപരമായി കടുത്ത സമ്മർദ്ദങ്ങൾ, ജോലിയിൽ തടസ്സങ്ങൾ, മേലുദ്യോഗസ്ഥരുമായി ഭിന്നത, അപവാദങ്ങൾ കേൾക്കേണ്ടി വരിക എന്നിവയുണ്ടാകും. ബിസിനസ് രംഗത്ത് നഷ്ടങ്ങൾക്കും പങ്കാളികളുമായി പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ള സമയമാണിത്. എന്നാൽ ലാഭസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപ്രതീക്ഷിത സഹായങ്ങൾ ലഭിക്കുകയും വരുമാനം പൂർണ്ണമായി നിലയ്ക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തടസ്സമില്ലാതെ നടന്നു പോകുന്നതുമാണ്. മകം നാളിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ കേതു ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താൽപ്പര്യം കുറയും. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങളും ഉണ്ടാകും. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുമായി ഇടയ്ക്കിടെ പ്രശ്നങ്ങളും ഉണ്ടാകും. ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിക്കും. അതേസമയം വ്യാഴത്തിൻ്റെ ലാഭസ്ഥാന സഞ്ചാരം മൂലം വരുമാനം അധികരിക്കുന്നതാണ്. 7ൽ രാഹുവും 8ൽ ശനിയും നിൽക്കുന്നതിനാൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ വിവാഹം നടക്കും. അതേസമയം ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. പൂരം നാളിൽ ജനിച്ചവർക്ക് രാഹു 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലും പ്രണയബന്ധങ്ങളിലും ബിസിനസ് പങ്കാളിത്തത്തിലും വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കും. ജീവിത പങ്കാളിയുമായി നിരന്തരം കലഹങ്ങൾക്ക് സാധ്യത ഉള്ളതിനാൽ വിട്ടുവീഴ്ച മനോഭാവം അനിവാര്യമാണ്. നക്ഷത്രാധിപനായ ശുക്രൻ അനുകൂലമായി സഞ്ചരിക്കുന്ന മാസങ്ങളിൽ താൽക്കാലികമായി ആശ്വാസവും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. വില കൂടിയ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. പൊതുപ്രവർത്തകർക്കും ഇത് അത്ര നല്ല സമയമല്ല. ഉത്തരനാളിൻ്റെ ആദ്യ പാദത്തിൽ ജനിച്ചവർക്ക് രാശി നക്ഷത്രാധിപനായ സൂര്യൻ്റെ സ്വാധീനം കാരണം ആത്മവിശ്വാസം കൈവിടാതെ പൊരുതാൻ സാധിക്കും. എന്നാൽ ജന്മകേതുവും അഷ്ടമശനിയും കാരണം ആരോഗ്യ പ്രശ്നങ്ങളും പിതാവിന് ദോഷഫലങ്ങളും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളും ഉണ്ടാകും. ഈഗോ പൂർണ്ണമായും മാറ്റിവെച്ച് മറ്റുള്ളവരോട് പെരുമാറേണ്ട വർഷമാണിത്. സൂര്യൻ അനുകൂലമായി സഞ്ചരിക്കുന്ന മാസങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പരിഹാരങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ശനിപ്രീതിക്കായി ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം എന്നിവ സമർപ്പിക്കുക. രാഹുപ്രീതിക്കായി ദുർഗാദേവിക്ക് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുക. കേതുപ്രീതിക്കായി ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുക. മൊത്തത്തിൽ നോക്കുമ്പോൾ കൊല്ലവർഷം 1201 ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനിയുടെ കഠിനമായ കൊടുങ്കാറ്റിൽ ലാഭസ്ഥാനത്തെ വ്യാഴം ഒരു രക്ഷാകവചമായി പ്രവർത്തിക്കുന്ന സമയമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അതിൽ നിന്നെല്ലാം കരകയറാനുള്ള വഴിയും അപ്പോൾ തന്നെ തെളിഞ്ഞു വരും. ഈശ്വരാധീനവും ക്ഷമയും വിവേകവും കൈമുതലാക്കി മുന്നോട്ട് പോയാൽ ഈ കഠിനമായ കാലഘട്ടത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ചിങ്ങക്കൂർ ജനിച്ചവരുടെ വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കന്നിക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.